ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്യൂട്ട് കവായി പെൻ ഹോൾഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് വലിയ ചിലവൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റം തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഒരു A4 ഷീറ്റ് വേണം, ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സ് വേണം. ഇതുപോലെ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് എടുക്കാം. പിന്നെ കളർ എടുക്കുന്നുണ്ട്, 4 പീസ് കാർഡ്ബോർഡിൻ്റെ കഷ്ണവും പിന്നെ ഇതുപോലെ ഒരു സ്ക്വയറും വെട്ടിയെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു A4 ഷീറ്റ് ഫുള്ളായിട്ട് ഒരു ഗ്രിഡ് പാറ്റേൺ കൊടുക്കാം. ക്യൂട്ട് കവായി എന്ന് പറയുമ്പോൾ തന്നെ ഗ്രിഡ് ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ. അപ്പോൾ അതിന് നമുക്ക് ആദ്യം കുറച്ച് ഗ്രിഡ് വരച്ചെടുക്കാം. ആദ്യം വലിയ സ്റ്റൈലാക്കിയിട്ട് നമ്മൾ സ്കെയിലൊക്കെ എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. പിന്നെ എനിക്ക് ക്ഷമയില്ല, മാത്രമല്ല നല്ല പനി, തലവേദന എല്ലാം ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തീർക്കണമല്ലോ എന്ന് വിചാരിച്ച് തുടക്കത്തിൽ 3 വര മാത്രം സ്കെയിലുള്ളൂ. പിന്നെ അങ്ങ് ചറപറാന്നങ്ങ് വരച്ചു കൊടുത്ത് ഉള്ളത് പറഞ്ഞാൽ ആകെ മൊത്തം ഗ്രിഡ് കുളമായിട്ടുണ്ട്. എന്നാലും നമ്മൾ ഫൈനൽ ലുക്ക് പൊളിക്കും, വിശ്വാസം അതല്ലേ എല്ലാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പേപ്പർ എടുത്തിട്ട് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്തോളൂ കേട്ടോ, അതാണൊരു വൃത്തി. ഫ്രണ്ടിൽ മാത്രം മതി എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ എന്തായാലും ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ച ആ 4 പീസസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. വീഡിയോയിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇതാ വേറൊരു സ്ക്വയർ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ സിഗ്സാഗ് പാറ്റേണിൽ ഒരു 4 പേപ്പർ അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്ലെയിനായി കിടന്നപ്പോൾ എനിക്കെന്തോ ഇഷ്ടമായില്ല, അതുകൊണ്ട് അപ്പം വെച്ച് വന്നൊരു ഐഡിയക്ക് ചെയ്തതാണ്. പിന്നെ നമ്മുടെ ബെസ്റ്റ് സപ്പോർട്ടർ കാര്യമൊന്നും നമ്മൾ മറന്നിട്ടില്ല. ഗിഫ്റ്റ്സൊക്കെ റെഡി ആയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഗിഫ്റ്റ്സിലേക്കൊന്നും നോക്കാനോ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാം റെഡി ആയതിൻ്റെ ശേഷം ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ആ 4 സൈഡും കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ബാക്കി വന്ന പോർഷൻസൊക്കെ ഇതാ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇപ്പോൾ എന്തോ ഒരു ക്യൂട്ട്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. ക്യൂട്ട്നെസ് എന്ന് പറയാനായിട്ടില്ല, പക്ഷെ ക്യൂട്ട്നെസ് ആവും. നിങ്ങൾ കണ്ടോ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു വൈറ്റ് ബോർഡർ ഇതിൻ്റെ മേലെ വരാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ട് ഞാൻ ഓരോ കോർണേഴ്സിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, രണ്ടാമത് വീണ്ടും വലിയൊരു മിസ്റ്റേക്ക് പറ്റി. എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ആദ്യം എടുത്ത് വെച്ച ആ ഗ്ലാസ് പേപ്പർ ഇല്ലടോ, അതിവിടെ ഒട്ടിക്കാനുള്ളതായിരുന്നു. ഇത് ഒട്ടിക്കാണ്ട് ഞാൻ വലിയ സംഭവമാക്കിയിട്ട് ആദ്യമേ അത് കൊണ്ടുപോയി ആ ബോർഡർ അതിൽ പോയിട്ട് ഫിക്സ് ആക്കി. പിന്നെ അത് പറിച്ചൊക്കെ എടുത്തിട്ട് പിന്നെ ഇതിങ്ങനെ സെറ്റാക്കി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ കാണുന്ന പോലെ നിങ്ങളും നല്ല അടിപൊളിയാക്കി എടുക്കുക. എൻ്റെ പോലെ പൊട്ടത്തരങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് മക്കളെ ക്യൂട്ട്നെസ് എന്താണെന്ന് കാണാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇത് ഞാൻ ജസ്റ്റ് A4 ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്താണ് കേട്ടോ. ഫോട്ടോ പ്രിൻ്റ് അല്ല, കളർ പ്രിൻ്റ് എടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും കാർഡ്സോ എന്ത് വേണമെങ്കിലും ഇതിൽ ഇടാം കേട്ടോ. ഇത് വേണമെങ്കിൽ ആദ്യമേ സ്റ്റിക്ക് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ഇത് കണ്ട് ബോറടിക്കുമ്പോൾ ഈ ഫോട്ടോ മാറ്റിയിട്ട് അടുത്ത ഫോട്ടോ വെക്കാമല്ലോ. അപ്പം നമുക്ക് എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ഒരു പെൻ ഹോൾഡറായിട്ട് ഇതിനെ കാണുകയും ചെയ്യാം. ഇപ്പം തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ക്യൂട്ട്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കവായി സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് മക്കളെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇത്രയും വരെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ ഏകദേശം മാച്ചൊക്കെ ആയിട്ടുള്ള കുറച്ച് കവായി സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം 2 ഒട്ടിച്ച് നിർത്താമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ച് കുറച്ചും കൂടി ക്യൂട്ട്നെസ് ആയിക്കോട്ടേന്ന്. അപ്പോൾ അങ്ങനെ കുഞ്ഞു സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഈസി പെൻ ഹോൾഡറാണ്. ഇന്നത് ഡെസ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും എങ്ങനെ ചെയ്തേന്നുള്ളത്. അപ്പോൾ അത് ഏകദേശം നമ്മൾ ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. സ്റ്റിക്കേഴ്സൊക്കെ ഏകദേശം ഒട്ടിച്ച് കംപ്ലീറ്റ് ആക്കി. ഇനി ജസ്റ്റ് ഇതുപോലുള്ളൊരു സ്പോഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചാൽ മതി. എന്നാൽ അത് നിർബന്ധമുള്ള കാര്യമല്ല. ഞാൻ ജസ്റ്റ് ഇതൊന്ന് വൃത്തിയിൽ കാണാൻ നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പം ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.